നമസ്കാരം. ഇടുക്കിയിൽ ഓടുന്ന ബൈക്കിന് പിഴ വന്നത് മലപ്പുറത്ത് നിന്നും. ബൈക്കിന് പലതവണ പിഴയെത്തിയതോടെ യുവാവ് പോലീസിൽ പരാതിയും നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഒരേ നമ്പറിൽ 2 വാഹനങ്ങൾ ഓടുന്നതായി കണ്ടെത്തി. ഇടുക്കി സ്വദേശിയായ യുവാവിന്റെ ബൈക്കിന്റെ പേരിലാണ് വണ്ടൂരിലെ AI ക്യാമറയിൽ അടക്കം നിയമലംഘനം നടത്തിയതായി രേഖപ്പെടുത്തിയത്. ഈ സ്ഥലങ്ങളിൽ ഒന്നും താൻ ബൈക്കുമായി പോയിട്ടില്ലെന്ന് കാണിച്ച് ഇടുക്കി സ്വദേശി പരാതി നൽകിയതോടെ പോലീസ് വിശദമായ അന്വേഷണം നടത്തി. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വണ്ടൂർ മൂച്ചിക്കലിലെ AI ക്യാമറയിൽ പതിഞ്ഞ ഫോട്ടോ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിൽ പരാതിക്കാരന്റെ ബൈക്കിന്റെ അതേ നമ്പറും എഞ്ചിൻ നമ്പറും ഉപയോഗിച്ച് മറ്റൊരു ബൈക്ക് ഓടുന്നതായി കണ്ടെത്തി. ഈ ബൈക്കിന്റെ ഉടമ തിരുവള്ളൂർ സ്വദേശിയാണെന്നും വ്യക്തമായി. 2 വണ്ടിക്കും ഒരേ നമ്പർ തന്നെ. തുടർന്ന് തിരുവള്ളൂർ സ്വദേശിയെ വിളിച്ചു വരുത്തി ബൈക്ക് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്തപ്പോൾ ഇടുക്കിയിൽ നിന്നും മൊബൈൽ ആപ്പ് വഴി വാങ്ങിയതാണെന്ന് അറിയിച്ചു. പരാതിക്കാരൻ ഇടുക്കിയിൽ വാഹനത്തിന്റെ RC പണയം വെച്ചിരുന്നു. പണയമിടപാടുകാരൻ ഈ RC നമ്പർ മറ്റൊരു ബൈക്കിന് നൽകി വിൽപ്പന നടത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഇതൊന്നും മാത്രമല്ല, പിന്നിലെ നമ്പർ പ്ലേറ്റ് ഊരിമാറ്റിയും മടക്കി വെച്ചുമുള്ള ബൈക്കുകളും നമ്പർ പ്ലേറ്റ് വായിക്കാൻ കഴിയാത്ത വിധം ക്രാഷ് ഗാർഡ് വെച്ച് മറച്ചുള്ള ചരക്ക് ലോറികളും നമ്പർ പ്ലേറ്റിൽ ചെളിയും മണ്ണും പുരട്ടിയ ടിപ്പറും ടോറസ് ലോറികളും നമ്പർ ചുരണ്ടി മാറ്റിയ മറ്റു ചില വാഹനങ്ങളും എല്ലാം കണ്ട് വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ തന്നെ ഞെട്ടിയ വാർത്തകളും കഴിഞ്ഞിടയ്ക്ക് നാം കേട്ടു. അപകടമുണ്ടായാൽ ഈ വാഹനങ്ങളെ ക്യാമറകളുടെ സഹായത്താൽ പോലും പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയാണ്. സൈഡ് നമ്പർ ഉണ്ടെങ്കിൽ അത് ചരക്ക് പൊതിഞ്ഞ താർപ്പായ കൊണ്ട് മറച്ചിരിക്കും. പിക്കപ്പ് വാനുകളിൽ ഉൾപ്പെടെ ഇതാണ് സ്ഥിതി. മോട്ടോർ വാഹന വകുപ്പും പോലീസും സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകൾ വഴിയും വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ കൈവശമുള്ള ക്യാമറകൾ വഴിയും നിയമലംഘനങ്ങൾ കയ്യോടെ പതിയുന്നുണ്ടെങ്കിലും വാഹന ഉടമയെ കണ്ടെത്താനോ നിയമ നടപടി സ്വീകരിക്കാനോ സാധിക്കാതെ വെട്ടിലാവുകയാണ് അധികൃതർ. നമ്പർ പ്ലേറ്റുകൾ ഇല്ലാത്ത വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നത് അപകടങ്ങൾക്ക് ഇടയാകാൻ സാധ്യതയുള്ളതിനാൽ വാഹനങ്ങളെ മഫ്റ്റിയിൽ പിന്തുടർന്ന് എവിടെയെങ്കിലും നിർത്തിയിടുന്ന സമയത്ത് കയ്യോടെ പിടികൂടുകയാണ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. നമ്പർ പ്ലേറ്റുകൾ ഇല്ലാത്ത വാഹനം പിടികൂടിയാൽ നേരിട്ട് കോടതിയിലേക്ക് കൈമാറും. പിന്നീട് കോടതി വിധിക്കുന്ന ശിക്ഷയ്ക്ക് ശേഷമേ വാഹനം വിട്ടുകിട്ടൂ. ഇതിനൊപ്പം നമ്പർ പ്ലേറ്റ് വികലമാക്കുന്നവർക്ക് 5000 രൂപ വരെ പിഴയും ചുമത്തുന്നുണ്ട്. യാത്രാ വാഹനങ്ങളെയും കാൽനടയാത്രക്കാരെയും ഉൾപ്പെടെ ഇടിച്ചു കടന്നു പോകുന്നതും നിയമവിരുദ്ധ പ്രവർത്തനം തടയാനും ഈ എല്ലാ വാഹനങ്ങളുടെയും മുന്നിലും പിന്നിലും കൃത്യമായി നിശ്ചിത വലുപ്പത്തിൽ നമ്പർ പ്ലേറ്റ് സ്ഥാപിക്കണമെന്നതാണ് ആവശ്യം. 2019 മുതൽ പുതിയ വാഹനങ്ങൾക്ക് ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് സംവിധാനം നിലവിൽ വന്നെങ്കിലും പഴയ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് ഇത്തരമൊരു സംവിധാനത്തിലേക്ക് മാറ്റുന്ന നടപടികൾ തുടങ്ങിയിട്ടുമില്ല.